ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം പഞ്ചമോധ്യായം 24-ാമത്തെ ശ്ലോകം വരെ എടുത്തു. അടുത്ത ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ദ്വിതീയസ്കന്ധേ അഥ പഞ്ചമോധ്യായഃ. നാരദ ഉവാച. ദേവദേവ നമസ്തേസ്തു ഭൂതഭാവനപൂർവജ. തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വനിദർശനം. യദ്രൂപം യദധിഷ്ഠാനം യതഃ സൃഷ്ടമിദം പ്രഭോ. യത് സംസ്ഥം യത് യച്ഛ തത്തത്വം വദ തത്വതഃ. സർവം ഹ്യേതദ് ഭവാൻ വേദ ഭൂതഭവ്യഭവത് പ്രഭുഃ. കരാമലകവദ് വിശ്വം വിജ്ഞാനാവസിതം തവ. യത് വിജ്ഞാനോ യദാധാരോ യത് പരസ്ത്വം യദാത്മകഃ. ഏകഃ സൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ. ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം. ആത്മശക്തിമവഷ്ടഭ്യ ഊർണനാഭിരിവാത്ക്ളമഃ. നാഹം വേദ പരം ഹ്യസ്മിന്നാപരം സ സമം വിഭോ. നാമരൂപഗുണൈർഭാവ്യം സദസത് കിഞ്ചിദന്യതഃ. സ ഭവാനചരദ്ഘോരം യത്തപസ്സു സമാഹിതഃ. തേന ഖേദയസേനസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. ഏതന്മേ പൃച്ഛതഃ സർവം സർവജ്ഞഃ സകലേശ്വര. വിജാനീഹി യഥൈവേദം അഹം ബുദ്ധേനുശാസിതഃ. ബ്രഹ്മോവാച. സമ്യക് കാരുണികസ്യേദം വത്സത്തെ വിചികിത്സിതം. യദഹം ചോദിതഃ സൗമ്യ പരധർമ്മപ്രദർശനേ. നാനൃതം തവ തച്ചാപി യഥാ മാം പ്രബ്രവീഷി ഭോഃ. അവിജ്ഞായ പരം മത്ത ഏതാവത്വം യതോ ഹി മേ. യേന സ്വരോചിഷാ വിശ്വം രോചിതം രോചയാമ്യഹം. യഥാർക്കോഗ്നിര്യഥാ സോമോ യഥക്ഷഗ്രഹതാരകാഃ. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി. യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. വിലജ്ജമാനയാ യസ്യ സ്ഥാതുമീക്ഷാപഥേ മുയാ. വിമോഹിതാ വിഗച്ഛന്തേ മമാഹമിതി ദുർധിയഃ. ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച. വാസുദേവാത് പരോ ബ്രഹ്മൻ ന ചാന്യോർത്ഥോസ്തി തത്വതഃ. നാരായണ പരാ വേദ ദേവാ നാരായണം ഗജാഃ. നാരായണ പരാ ലോകാ നാരായണ പരാ മഖാഃ. നാരായണ പരോ യോഗോ നാരായണ പരം തപഃ. നാരായണ പരം ജ്ഞാനം നാരായണ പരാ ഗതിഃ. തസ്യാപി ദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മനഃ. സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദിതഃ. സത്വം രജസ്തമ ഇതി നിർഗുണസ്യ ഗുണാസ്ത്രയഃ. സ്ഥിതിർസർഗനിരോധേഷു ഗൃഹീതാ മായയാ വിഭോ. കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാഃ. ബധ്നന്തി നിത്യദാ മുക്തം മായിനം പുരുഷം ഗുണാഃ. സ ഏഷ ഭഗവാൻ ലിംഗൈസ്ത്രിഭിരേഭി അധോക്ഷജഃ. സ്വലക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമ ചേശ്വരഃ. കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയാ. ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിബുഭൂഷുരുപാദദേ. കാലാദ് ഗുണവ്യതികരഃ പരിണാമസ്വഭാവതഃ. കർമ്മണോ ജന്മമഹതഃ പുരുഷാധിഷ്ഠിതാദഭൂത്. മഹതസ്തു വികുർവാണാദ്രജസ്സത്വോപബൃംഹിതാദ്. തമപ്രധാനസ്ത്വഭവത് ദ്രവ്യജ്ഞാനക്രിയാത്മകഃ. സോഹംകാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂത്രിധാ. വൈകാരികസ്തൈജസശ്ച താമസശ്ചേതി യദ്ഭിദാ. ദ്രവ്യശക്തിക്രിയാശക്തിർ ജ്ഞാനശക്തിരിതി പ്രഭോ. അടുത്തത് 25-ാമത്തെ ശ്ലോകം. താമസാദപി ഭൂതാതേർവികുർവാണാദഭൂന്നഭഃ. തസ്യ മാത്രാ ഗുണഃശബ്ദോ ലിംഗം യത് ദ്രഷ്ടൃദൃശ്യയോഃ. താമസാദപി ഭൂതാതേർവികുർവാണാദഭൂന്നഭഃ. തസ്യ മാത്രാ ഗുണഃശബ്ദോ ലിംഗം യത് ദ്രഷ്ടൃദൃശ്യയോഃ. മഹത്വത്തിൽ നിന്നും ആ അഹങ്കാരമുണ്ടായി എന്ന് പറഞ്ഞു. ആ അഹങ്കാരം താമസാഹങ്കാരം, അഹങ്കാരത്തിൽ നിന്ന് സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം എന്നുള്ള 3 വിധത്തിലുള്ള അഹങ്കാരങ്ങളുണ്ടായി. അത് തന്നെ ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്ന 3 ശക്തികളായിട്ട് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ താമസാദപി ഭൂതാദേർ, ആ താമസാഹങ്കാരം
അത് വികാരം വികുർവാണാത്, അത് അതിൻ്റെ വികാര ഹേതുവായിട്ട് ഭൂതങ്ങളെ പഞ്ചമഹാഭൂതങ്ങളെ ഉണ്ടായി. ആ പഞ്ചമഹാഭൂതങ്ങളിലെ ആദ്യത്തേതായിരിക്കുന്ന നഭഃ ആകാശമുണ്ടായി. ആ ആകാശത്തിൻ്റെ സൂക്ഷ്മ മാത്ര, അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന അതിൻ്റെ ഗുണം ആണ് ശബ്ദം എന്ന് പറയുന്നത്. ആ ശബ്ദം കൊണ്ട് തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗം യദ്ദ്രഷ്ടൃദൃശ്യയോ, ആ ശബ്ദത്തിൻ്റെ ഗുണം കൊണ്ട് ആ കാണപ്പെടുന്നവൻ, കാണപ്പെടുന്നത് എന്നുള്ള ആ രണ്ട് വിധത്തിലുള്ള ആ അതിനെ ബോധിപ്പിക്കുക എന്നുള്ള ആ ലക്ഷണം അവിടെ ഉണ്ടാവണം. അതാണ് താമസാദപി ഭൂതാദേർ വികുർവാണാദഭുന്നരഃ നഭഃ തസ്യ മാത്രാ ഗുണശബ്ദോ ലിംഗം യദ്ദ്രഷ്ടൃദൃശ്യയോ. പതിലത്തെ പദങ്ങളെ വികുർവാണാത് വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, താമസാത് അപി താമസപ്രധാനമായിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്നും, ഭൂതാദേഹേ ആ പഞ്ചമഹാഭൂതങ്ങളുടെ ആദ്യത്തേതായ ദേഹേ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതായ നഭഃ ആകാശം, ആകാശം അഭൂത് ഉണ്ടായി. ശബ്ദ ആ ശബ്ദം തസ്യ അതിൻ്റെ മാത്ര സൂക്ഷ്മരൂപമാണ്. ശബ്ദം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ സൂക്ഷ്മ മാത്രയാണ്, ഗുണമാണ്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ധർമ്മം. ആ ദ്രഷ്ടൃദൃശ്യയോ ദ്രഷ്ടാവ് ദൃശ്യം ഇവയെ ലിംഗം ബോധകമാക്കുക എന്നതാണ് യത് യാതൊന്നോ അതാണ് ശബ്ദത്തിൻ്റെ ലക്ഷണം. ദ്രഷ്ടൃദൃശ്യയോ ദ്രഷ്ടാവ് ദൃശ്യം ഇവയെ ബോധകമാക്കുകയാണ് ആ ശബ്ദത്തിൻ്റെ ലക്ഷണം. ഒന്നും കൂടി പറയാം. വികുർവാണാത് വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, താമസാത് അപി താമസപ്രധാനമായിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്നും, ഭൂതാദേഹേ ആ പഞ്ചമഹാഭൂതങ്ങളുടെ ആദ്യത്തേതായിരിക്കുന്ന നഭസ് നഭഃ ആകാശം അഭൂത് ഉണ്ടായി. ശബ്ദ ശബ്ദം തസ്യ അതിൻ്റെ മാത്ര സൂക്ഷ്മരൂപവും, അതിൻ്റെ മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മരൂപം, ഗുണഃ പ്രത്യേക ധർമ്മവും അത്രേ. ദ്രഷ്ടൃദൃശ്യയോ ദ്രഷ്ടാവ് ദൃശ്യം ഇവയെ ലിംഗം ബോധകമാക്കുക എന്നത് യത് യാതൊന്നോ അതാണ് ശബ്ദത്തിൻ്റെ ലക്ഷണം. പദത്തെ അന്വയം വികുർവാണാൽ താമസാത് അപി ഭൂതാദേഹേ നഭഃ അഭൂത് ശബ്ദഃ തസ്യ മാത്രാ ഗുണഃ ദ്രഷ്ടൃദൃശ്യയോഃ ലിംഗം യത് ഒന്നുകൂടി പറയാം. വികുർവാണാത് താമസാത് അപി ഭൂതാദേഹേ നഭഃ അഭൂത് ശബ്ദഃ തസ്യ മാത്രാ ഗുണഃ ദ്രഷ്ടൃദൃശ്യയോഃ ലിംഗം യത്. അതിൻ്റെ അന്വയാർത്ഥം വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ താമസപ്രധാനമായിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്നും, ആ പഞ്ചമഹാഭൂതങ്ങളുടെ ആദ്യത്തേതായിരിക്കുന്ന ആ ആകാശം അഭൂത് ഉണ്ടായി. ശബ്ദം അതിൻ്റെ ആ സൂക്ഷ്മരൂപവും ആ പ്രത്യേക ധർമ്മവും ആണ്. അങ്ങനെ ദൃഷ്ടാവ് ദൃശ്യം ഇവയെ ബോധകമാക്കുക എന്നതാണ് ആ ശബ്ദം എന്നതിൻ്റെ ലക്ഷണം. ഒന്നുകൂടി പറയാം. വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ താമസപ്രധാനമായ അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളുടെ ആദ്യത്തേതായിരിക്കുന്ന ആകാശം ഉണ്ടായി. അതിൻ്റെ ആ സൂക്ഷ്മരൂപമായിരിക്കുന്ന ആ പ്രത്യേക ധർമ്മവുമായിരിക്കുന്ന ശബ്ദം അതിൻ്റെ സൂക്ഷ്മ രൂപവും പ്രത്യേക ധർമ്മവുമാണ്. അങ്ങനെ ദൃഷ്ടാവ് ദൃശ്യം ഇവയെ ബോധകമാക്കുക എന്നതാണ് ആ ശബ്ദത്തിൻ്റെ ലക്ഷണം. അപ്പോൾ താമസാഹങ്കാരത്തിൽ നിന്നും ഭൂതങ്ങളിൽ ആദ്യമായി ആകാശമുണ്ടായി. അതിൻ്റെ മാത്രാഗുണം പ്രത്യേക ഗുണം ശബ്ദമാണ്. ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശത്തിൻ്റെ ഉൽപ്പത്തി എന്ന് സാരം. ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത ദൃഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ബോധകമാകുന്നു എന്നതത്രേ. ഇതിന് ശ്രീധരാചാര്യസ്വാമികൾ കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്തെന്നാൽ കുഡ്യാദ്യന്തരിതേന കേനചിദുച്ചൈർഗജോ ഗജയിത്യുക്തേ യോ ഗജദ്രഷ്ടാ യശ്ച തേന ദൃശ്യോ ഗജസ്തയോർലിംഗം ബോധകം. ചുമരോ മറ്റോ മറഞ്ഞു നിന്നുകൊണ്ട് ഒരാൾ ഉച്ചത്തിൽ ആന ആന എന്ന് വിളിച്ചു പറയുന്നു എന്ന് വിചാരിക്കുക. ചുമര് മറഞ്ഞു നിന്ന് ആനയെ വീക്ഷിക്കുന്നവനാണ് ദ്രഷ്ടാവ്, ആന ദൃശ്യം. ആന ആന എന്ന ശബ്ദം കൊണ്ട് ഇവ രണ്ടും, ഈ ദൃശ്യവും ദ്രഷ്ടാവും അറിയപ്പെടുന്നു. ഒരാൾ അത് കാണുന്നുണ്ട് എന്നും അറിയപ്പെടുന്നു,
കാണുന്ന ദൃശ്യത്തെയും അതുകൊണ്ട് അറിയപ്പെടുന്നു, ആ ശബ്ദം കൊണ്ട്. ഇതാണ് അതിലെ ഒരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വികാരം പ്രാപിക്കുന്ന ആ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി. ആ ആകാശത്തിൻ്റെ തന്നെ സൂക്ഷ്മരൂപവും അസാധാരണ ഗുണവുമായി ശബ്ദം. ആ ശബ്ദം ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ബോധക സ്വരൂപമാവുന്നു. ഹേ പ്രഭുവായ നാരദ, താമസാഹങ്കാരത്തെ ദ്രവ്യശക്തി എന്നും തൈജസം അല്ലെങ്കിൽ രാജസാഹങ്കാരത്തെ ക്രിയാശക്തി എന്നും വൈകാരികം അല്ലെങ്കിൽ സാത്വികാഹങ്കാരത്തെ ജ്ഞാനശക്തി എന്നും പറയുന്നു. ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായിട്ടുള്ള ആ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശവും അതിൻ്റെ അസാധാരണ ഗുണസ്വരൂപമായിരിക്കുന്ന ശബ്ദവും ഉണ്ടായി. ഈ ശബ്ദം കാണുന്നവൻ എന്നും കാണപ്പെടുന്നവൻ എന്നുമുള്ള ഭേദങ്ങളെ അറിയിക്കുന്നു. ഇതാണ് 25ാമത്തെ ശ്ലോകം. 26ാമത്തെ ശ്ലോകമാണ് ഇനി എടുക്കേണ്ടത്. നഭസോധ വികുർവാണാദഭൂത് സ്പർശഗുണോനിലഃ പരാന്വയാത് ശബ്ദവാംശ്ച പ്രാണ ഓജ സഹോബലം. അപ്പോൾ ഈ ഒന്നും കൂടി പറയാം. നഭസോധ വികുർവാണാദ് അഭൂത് സ്പർശഗുണോനിലഃ പരാന്വയാത് ശബ്ദവാംശ്ച പ്രാണ ഓജസ്സഹോബലം. ആ ആകാശം എന്ന ഭൂതത്തിൽ നിന്നും അതിൻ്റെ വികാരം പ്രാപിച്ചിട്ട് അതിൻ്റെ പരിണാമം ബാധിച്ചിട്ട് അതിൽ നിന്നും വായു അനിലഹ, വായു എന്ന പഞ്ചഭൂതം ഉണ്ടായി. ആ പഞ്ചഭൂതം അതിൻ്റെ ഗുണത്തോട് ചേർന്നുണ്ടായി. അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന ആ ഗുണമാണ് സ്പർശം. ആകാശവും വായുവും ഉണ്ടെങ്കിലേ ആ സ്പർശം എന്നുള്ള ഗുണത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും ആ സ്പർശ ഗുണം, വായുവിൻ്റെ ഗുണമായിരിക്കുന്ന സ്പർശം എന്ന ഗുണമുണ്ടായി. പരാന്വയാത് ശബ്ദവാംശ്ച, പഴയതിനോട് ചേർന്നിട്ട് ആ ശബ്ദത്തോട് കൂടിയിട്ട് ചേർന്നിട്ട് ഈ സ്പർശത്തോടു കൂടി ചേർന്നിട്ട് പിന്നെ പ്രാണനും അതുപോലെ ഇന്ദ്രിയ ശക്തിയും അതുപോലെ ബലവും ഒക്കെ ആ വായുവിൻ്റെ ധർമ്മങ്ങളായിട്ട് ഉണ്ടായി. പ്രാണൻ വായുവിൻ്റെ ധർമ്മമാണ് പ്രാണൻ. അതുപോലെ ഓജസ് ഇന്ദ്രിയ ശക്തി, വായുവിൻ്റെ ഗുണം കൊണ്ടാണ് ഇന്ദ്രിയ ശക്തി. ബലം ശക്തി ഇവയൊക്കെ ആ വായുവിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ പദങ്ങൾ നോക്കാം. അഥ അനന്തരം വികുർവാണ വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നഭസഹ ആകാശത്തിൽ നിന്ന് സ്പർശഗുണം സ്പർശം എന്ന പ്രത്യേക ഗുണത്തോടു കൂടിയ അനിലഹ വായു എന്ന ആ പഞ്ചഭൂതം അഭൂത് ഉണ്ടായി. പരാന്വയാത് മുമ്പത്തേതിനോട് യോജിച്ചിരിക്കയാത് ശബ്ദവാഞ്ച ആ ശബ്ദമെന്ന ഗുണവും ചേർന്നിട്ട് പ്രാണഹ ആ പ്രാണനെ നിലനിർത്തൽ ശബ്ദത്തോട് ചേർന്ന് ആ പ്രാണനെ നിലനിർത്തൽ. ഓജഹ ഇന്ദ്രിയ ശക്തി, സഹഹ മനഃശക്തി, ബലം തേജസ് ദേഹശക്തി എന്നിവയാണ് ആ വായുവിൻ്റെ ധർമ്മങ്ങൾ. ഇതെല്ലാം അവിടെ ആ വായുവിൻ്റെ ഗുണങ്ങളായിട്ട് അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അഥഹ അനന്തരം വികുർവാണാത് വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നഭസഹ ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന പ്രത്യേക ഗുണത്തോടു കൂടിയ അനിലഹ വായു അഭൂത് ഉണ്ടായി. പരാന്വയാത് മുമ്പത്തേതിനോട് യോജിച്ചിരിക്കയാൽ ശബ്ദവാൻ ശബ്ദമെന്ന ഗുണവുമുണ്ട്. പ്രാണഹ പ്രാണനെ നിലനിർത്തൽ. ഓജഹ ഇന്ദ്രിയ ശക്തി, സഹഹ മനഃശക്തി, ബലം ദേഹശക്തി എന്നിവയാണ് ആ വായുവിൻ്റെ ധർമ്മങ്ങൾ. വായുവിൻ്റെ ധർമ്മങ്ങളാണ് പ്രാണൻ നിലനിർത്തുക, ഇന്ദ്രിയ ശക്തി നിലനിർത്തുക, മനഃശക്തി, ദേഹശക്തി ഇവയൊക്കെ നിലനിർത്തുന്നത് ആ വായുവിൻ്റെ ഗുണങ്ങളാണെന്ന് അർത്ഥം. അപ്പോൾ അതിലത്തെ അന്വയം അഥ വികുർവാണാൽ നഭസഹ സ്പർശഗുണഃ അനിലഃ അഭൂത് പരാന്വയാത് ശബ്ദവാഞ്ച പ്രാണഃ ഓജഃ സഹഃ ബലം പരാന്വയാത്
ശബ്ദവാഞ്ച പ്രാണഃ ഓജഃ സഹഃ ബലം. ഒന്നുകൂടി പറയാം. അഥ വികുർവാണാത് നഭസഃ സ്പർശഗുണഃ അനിലഃ അഭൂത് പരാന്വയാത് ശബ്ദവാൻ പ്രാണഃ ഓജഃ സഹഃ ബലം. അതിൻ്റെ അന്വയാർത്ഥം, അനന്തരം വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആകാശത്തിൽ നിന്നും സ്പർശം എന്ന പ്രത്യേക ഗുണത്തോടു കൂടിയ വായു ഉണ്ടായി. മുമ്പത്തേതിനോട് യോജിച്ചിരിക്കയാൽ ആ ശബ്ദമെന്ന ഗുണവും ഉണ്ട്. അങ്ങനെ പ്രാണൻ നിലനിർത്തൽ, ഇന്ദ്രിയശക്തി, മനഃശക്തി, ദേഹശക്തി എന്നിവയാണ് ആ വായുവിൻ്റെ ധർമ്മങ്ങൾ. ഒന്നും കൂടി പറയാം. അനന്തരം ആ വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന പ്രത്യേക ഗുണത്തോട് കൂടിയിട്ടുള്ള വായു ഉണ്ടായി. മുമ്പത്തേതിനോട് യോജിച്ചിരിക്കയാൽ ആ ശബ്ദമെന്ന ഗുണവുമുണ്ട്. ആ പ്രാണനെ നിലനിർത്തൽ, ഇന്ദ്രിയശക്തി, മനഃശക്തി, ദേഹശക്തി എന്നിവയാണ് ആ വായുവിൻ്റെ ആ ധർമ്മങ്ങൾ. അപ്പോൾ ആകാശം വികാരത്തെ പ്രാപിച്ചപ്പോൾ സ്പർശം എന്ന ഗുണത്തോട് കൂടിയിട്ടുള്ള വായു ഉണ്ടായി. ആകാശത്തിൽ നിന്നും ഉത്ഭൂതമാകയാൽ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിനുണ്ട്. ഇങ്ങനെ രണ്ട് ഗുണങ്ങളോട് കൂടിയ വായു ഇന്ദ്രിയബലം, മനോബലം, ധാരണാബലം, ശരീരബലം ഇവ പ്രദാനം ചെയ്യുവാൻ പ്രാപ്തമാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ സ്പർശത്തെ ഗുണമായി സ്വീകരിച്ചിരിക്കുന്ന വായുവുണ്ടായി. ആകാശം വായുവിന് കാരണമായിരിക്കയാൽ ശബ്ദവും വായുവിലുണ്ട്. ഇങ്ങനെ ശബ്ദം, സ്പർശം എന്ന രണ്ട് ഗുണങ്ങളുള്ള വായു പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി സാമർഥ്യത്തിനും മനസ്സിൻ്റെ ധൈര്യാദി ഗുണങ്ങൾക്കും ശരീരത്തിൻ്റെ ബലത്തിനും കാരണമായി. അപ്പോൾ വികാരം പ്രാപിക്കുന്ന ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന ഗുണത്തോടു കൂടിയ വായു ഭവിച്ചു. ആ വായു കാരണം അതിൻ്റെ കാരണഗുണത്തിൻ്റെ ചേർച്ചയാൽ ശബ്ദഗുണം ആർന്നതായി തീർന്നു. അങ്ങനെ വായു പ്രാണസ്വരൂപനും ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം എന്നിവയുടെ ശക്തിക്ക് ഹേതുവുമാകുന്നു എന്നുള്ളതാണ് 26ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്ത ശ്ലോകം, വായോരപി വികുർവാണാൽ കാലകർമ്മ സ്വഭാവതഃ ഉദപദ്യത തേജോ വൈ രൂപവത് സ്പർശശബ്ദവത്. വായോരപി വികുർവാണാൽ കാലകർമ്മ സ്വഭാവതഃ ഉദപദ്യത തേജോ വൈ രൂപവത് സ്പർശശബ്ദവത്. അപ്പോൾ വായുവിൻ്റെ ആ വികാരഹേതുവായിട്ട് കാലം, കർമ്മം, സ്വഭാവം ഇങ്ങനെ 3 അവസ്ഥകൾ ഉദപദ്യത ഉണ്ടായി. എന്ന് പറയുന്നു. തേജോ വൈ രൂപവത് സ്പർശശബ്ദവൽ. അപ്പോൾ വായുവിൽ നിന്നാണ് ആ രൂപഗുണം, വായുവിൽ നിന്നാണ് രൂപം എന്നുള്ള ആ ഗുണം ഉണ്ടായിട്ടുള്ളത്. രൂപവത് സ്പർശശബ്ദവത്. ആ ആകാശം, വായു ഇവയുമായിട്ടുള്ള ബന്ധം നിമിത്തം ആ സ്പർശം, ശബ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള തേജസ് അതും ഉണ്ടായി. അപ്പോൾ ആ വായുവിൽ നിന്ന് രൂപഗുണവുമുണ്ടായി, തേജസ്സും സ്പർശം, ശബ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള തേജസ്സും ആ വായുവിൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം വായോരപി വികുർവാണാത് കാലകർമ്മ സ്വഭാവതഃ ഉദപദ്യത. ഈ കാലം, കർമ്മം, ഗുണം ഇവയൊക്കെ ചേർന്നിട്ടാണ് ആ തേജസ്സും ആ രൂപഗുണവും ഒക്കെ അവിടെ ഉണ്ടായിത്തീരുന്നതെന്ന് അർത്ഥം. ബലത്തെ അർത്ഥം നോക്കുക. കാലകർമ്മ സ്വഭാവതഃ, കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ വികുർവാണാൽ വികാരത്തെ പ്രാപിക്കുന്ന വായോഹോ, ആ വായു വികാരത്തെ പ്രാപിച്ചിട്ട് വായുവിൽ നിന്നാകട്ടെ രൂപവത് ഉതപദ്യത തേജോ വൈ രൂപവത്. രൂപമെന്ന സുഗുണത്തോടു കൂടിയതും
പിന്നെ തേജോ വൈ രൂപവൽ സ്പർശ ശബ്ദവൽ, സ്പർശ ശബ്ദവൽ ആകാശം വായു ഇവയുമായിട്ടുള്ള ബന്ധം നിമിത്തം, അതായത് സ്പർശം ശബ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള തേജഹ വൈ തേജസ്സും ഉതപദ്യത ഉണ്ടായി. ഒന്നും കൂടി പറയാം. കാലകർമ്മ സ്വഭാവതഃ കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ വികുർവാണാത് വികാരത്തെ പ്രാപിക്കുന്ന വായോഹോ അപി വായുവിൽ നിന്നാകട്ടെ രൂപവത് രൂപമെന്ന ഗുണത്തോട് കൂടിയതും സ്പർശ ശബ്ദവത് ആകാശം വായു ഇവയും ആയുള്ള ബന്ധം നിമിത്തം സ്പർശം ശബ്ദം എന്നീ ഗുണങ്ങളോടും കൂടിയതുമായിട്ടുള്ള തേജഹ വൈ തേജസ്സും ഉതപദ്യത ഉണ്ടായി. അപ്പോൾ ഇതിലത്തെ അന്വയം നോക്കാം. കാലകർമ്മ സ്വഭാവതഃ വികുർവാണാത് വായോഹോ അപി രൂപവത് സ്പർശ ശബ്ദവത് തേജഹ വൈ ഉതപദ്യത. ഒന്നുകൂടി പറയാം. കാലകർമ്മ സ്വഭാവതഃ വികുർവാണാത് വായോഹോ അപി രൂപവത് സ്പർശ ശബ്ദവത് തേജഹ വൈ ഉതപദ്യത. അതിൻ്റെ അന്വയാർത്ഥം കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ വികാരത്തെ പ്രാപിക്കുന്ന വായുവിൽ നിന്നാകട്ടെ സ്വഗുണത്തോടു കൂടിയ ആകാശം വായു ഇവയുമായുള്ള ബന്ധം നിമിത്തം സ്പർശം ശബ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള ആ തേജസ്സും ഉണ്ടായി. എന്നുകൂടി പറയാം. കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ വികാരത്തെ പ്രാപിക്കുന്ന ആ വായുവിൽ നിന്നാകട്ടെ സ്വഗുണത്തോടു കൂടിയതും ആകാശം വായു ഇവയുമായുള്ള ബന്ധം നിമിത്തം സ്പർശം ശബ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള തേജസ്സും ഉണ്ടായി. അപ്പോൾ കാലം കർമ്മം സ്വഭാവം എന്നിവയുടെ സ്വാധീനത്താൽ വായുവിന് വികാരം സംഭവിച്ചു. അങ്ങനെ രൂപമെന്ന പ്രത്യേക ഗുണത്തോട് കൂടിയിട്ടുള്ള തേജസ് ഉത്ഭവിച്ചു. അങ്ങനെ തേജസ്സിന് ആകാശത്തിൻ്റെ ശബ്ദഗുണവും വായുവിൻ്റെ സ്പർശഗുണവും കൂടിയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കാലകർമ്മ സ്വഭാവത്താൽ വികൃതമായ ആ വായുവിൽ നിന്നും തേജസ് ഉണ്ടായി. അതിനെ അഗ്നി എന്ന് പറയും. അതിൻ്റെ സ്വഭാവമായിരിക്കുന്ന ഗുണം രൂപം. അപ്പം മൂന്നാമത്തെ പഞ്ചമഹാഭൂതങ്ങളിൽ മൂന്നാമത്തേതായിട്ടുള്ള ആകാശം വായു അഗ്നി. അപ്പം അതിൽ നിന്നാണ് ആ വായുവിൽ നിന്നാണ് അഗ്നിയുടെ സ്വരൂപം. അതാണ് രൂപഗുണം. അഗ്നിയുടേതാണ് രൂപഗുണം എന്ന് പറയുന്നത്. കാലക്രമ സ്വഭാവത്താൽ വികൃതമായ വായുവിൽ നിന്ന് തേജസ് ഉണ്ടായി. അതിനെ അഗ്നി എന്ന് പറയും. അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഗുണം ആണ് ഈ രൂപം. വായുവിൻ്റെ സംബന്ധം നിമിത്തം സ്പർശവും ആകാശത്തോടുള്ള ചേർച്ചയാൽ ശബ്ദവും ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അഗ്നിക്ക് ആ വികൃതമായെന്ന് പറയുന്ന ആ സ്ഥലത്തൊക്കെയും തന്നെ അതിന് കാരണം ആ രൂപഗുണവും ഒരു തേജസ്സും അതിലുണ്ടാവുകയാണ്. അതിന് കാരണം കാലം കർമ്മം സ്വഭാവം എന്ന 3 ശക്തികളാണെന്ന് അറിയണം. അങ്ങനെ ആ രൂപം എന്ന ശബ്ദം നിറത്തെ കാണിക്കുന്നു. അപ്പോൾ വികൃതിയെ പ്രാപിച്ചതായ ആ തേജസ്സിൽ നിന്നാണ് അതാണ് അങ്ങനെയാണ് ആ വികാരം പ്രാപിച്ചിട്ട് അത് ആ രൂപത്തിൽ നിന്നും തേജസ് ഉണ്ടായി, അഗ്നിയുടെ തേജസ് ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? കാലം കർമ്മം സ്വഭാവം ഇവയാൽ വികാരം പ്രാപിക്കുന്ന വായുവിൽ നിന്ന് സ്വയം രൂപമുള്ളതും കാരണഗുണങ്ങളുടെ സമന്വയത്താൽ സ്പർശത്തോടും ശബ്ദത്തോടും കൂടിയതുമായിരിക്കുന്ന തേജസ് ഉണ്ടായി. അപ്പം അതിൽ നിന്ന് തേജസ് ഉണ്ടായി എന്നർത്ഥം. അപ്പം അടുത്തത് 29ാമത്തെ വിശേഷസ്തു വികുർവാണാത് അംഭസോ ഗന്ധവാനഭൂത് പരാന്വയാത് രസസ്പർശ ശബ്ദരൂപഗുണാൻവിതഃ. വിശേഷസ്തു വികുർവാണാത് അംഭസോ ഗന്ധവാൻ അഭൂത് പരാന്വയാത് രസസ്പർശ ശബ്ദ രൂപഗുണാൻവിതഃ. അങ്ങനെ ആ വികാരം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ആ അഗ്നി, അതിൽ ഗന്ധം എന്ന ഗുണത്തോട് കൂടിയിട്ടുള്ള ആ ജലം അവിടെ ഉണ്ടാവുകയാണ്. ആ വികാരം അഗ്നിയുടെ രൂപം വികാരം പ്രാപിച്ചിട്ട് ജലം ഉണ്ടാവുകയാണ്. ആ ജലത്തിൽ ഗന്ധം എന്ന ഗുണം ഉണ്ടാവുകയാണ്. അത് പൃഥ്വി, അത് ഈ ഭൂമിയുടെ ഗുണമാണ്. അപ്പം ആകാശം
വായു, അഗ്നി, ജലം, ഭൂമി, അങ്ങനെ 5 ഭൂതങ്ങളായി വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ജലത്തിൽ നിന്ന് ഗന്ധമെന്ന സ്വഗുണത്തോട് കൂടിയിട്ടുള്ള ആ പൃഥ്വി, ആ ഭൂമി ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ അതിനു മുമ്പ് 28ാമത്തെ ശ്ലോകമാണ്, തെറ്റി. 28ാമത്തെ ശ്ലോകം. തേജസസ്തു വികുർവാണാത് ആസീത് അംഭോരസാത്മകം രൂപവൽ സ്പർശവച്ചാംഭോ ഘോഷവച്ച പരാന്വയാത്. 28ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. തേജസസ്തു വികുർവാണാത് ആസീത് അംഭോരസാത്മകം രൂപവത് സ്പർശവച്ചാംഭോ ഘോഷവച്ച പരാന്വയാത്. അപ്പോൾ ആ അഗ്നിയുടെ രൂപം വികാരത്തെ പ്രാപിച്ചിട്ട് തേജസഹ, ആ തേജസ്സിൽ നിന്നും രസാത്മകം, രസം എന്ന ഗുണത്തോട് കൂടിയിട്ടുള്ള ജലം ഉണ്ടാവുകയാണ്. അഗ്നിയിൽ നിന്നും ജലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വികുർവാണ, വികാരത്തെ പ്രാപിക്കുന്ന തേജസഹ, ആ തേജസ്സിൽ നിന്നാകട്ടെ ജലം ഉണ്ടാവണം. ആ ജലത്തിൻ്റെ ഗുണമാണ് രസം. ആ രസമുണ്ടായി. അങ്ങനെ ആ മുമ്പത്തെ ഭൂതങ്ങളുടെ എല്ലാ ഗുണങ്ങളും ചേർന്നിട്ട് ആ ജലം രൂപം, ആ ജലത്തിലെ രൂപം, സ്പർശം, ശബ്ദം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രസം, ശബ്ദം, രൂപം, സ്പർശം, എല്ലാ രസം, എല്ലാ ഗുണങ്ങളും ഈ ജലത്തിനും ഉണ്ടായി. ജലം എന്ന ആ ഭൂതത്തോട് ചേർന്നപ്പോൾ അതിൽ ഉണ്ടായി. തേജസസ്തു വികുർവാണാദാസീദംഭോരസാത്മകം രൂപവത് സ്പർശവച്ചാംഭോ ഘോഷവച്ച പരാന്വയാൻ. അതിലത്തെ പദങ്ങൾ എഴുതാം. വികുർവാണാൽ, വികാരത്തെ പ്രാപിക്കുന്ന, തേജസഹ തു, ആ തേജസ്സിൽ നിന്നാകട്ടെ, രസാത്മകം, രസമെന്ന സ്വഗുണത്തോട് കൂടിയിട്ടുള്ള, അംഭഹ, ആ ജലം, ആസീത്, ജലമുണ്ടായി, പരാന്വയാത്, ആദ്യത്തെ ആ 3 ഭൂതങ്ങളോടുള്ള ബന്ധം കൊണ്ട്, അംഭഹ, ആ ജലം, രൂപവത്, ആ ജലത്തിന് രൂപമുണ്ടായി, സ്പർശം എന്ന ഗുണമുണ്ടായി, ഘോഷവത്, ശബ്ദം എന്ന ഗുണമുണ്ടായി, രസം എന്ന ഗുണം. ഈ 4 ഗുണങ്ങളും ചേർന്നിട്ടാണ് ജലത്തിൻ്റെ ആ സൃഷ്ടി. ഒന്നുകൂടി പറയാം. വികുർവാണ, വികാരത്തെ പ്രാപിക്കുന്ന, തേജസ്സഹ തുഹു, തേജസ്സിൽ നിന്നാകട്ടെ, രസാത്മകം, രസമെന്ന സ്വഗുണത്തോട് കൂടിയിട്ടുള്ള, അംഭഹ, ജലം, ആസീത്, ഉണ്ടായി, പരാന്വയാൽ, ആദ്യത്തെ 3 ഭൂതങ്ങളോടുള്ള ബന്ധം കൊണ്ട്, അംഭഹ, ആ ജലം, രൂപവത്, രൂപം, സ്പർശവത്, സ്പർശം, ഘോഷവത്, ശബ്ദം എന്നിവയുള്ള ഗുണങ്ങളോട് കൂടിയതായിട്ട് ചേർന്നു. അപ്പോൾ ആ രൂപം എന്ന പ്രത്യേക ഗുണത്തോട് കൂടിയിട്ടുള്ള തേജസ് ഉദ്ഭവിച്ചു എന്ന് പറഞ്ഞാൽ, തേജസ്സിന് ആകാശത്തിൻ്റെ ശബ്ദഗുണവും വായുവിൻ്റെ സ്പർശഗുണവുമുണ്ട്. അങ്ങനെ ആ തേജസ്സിൻ്റെ വികാരത്തിൽ തൻ്റേതായ രസം എന്ന പ്രത്യേക ഗുണത്തോട് കൂടിയിട്ടുള്ള ജലം രൂപം കൊണ്ടു. അങ്ങനെ അതിന് ശബ്ദ, സ്പർശ, രൂപ, രസങ്ങളാകുന്ന 4 ഗുണങ്ങൾ ഉണ്ടായി. അതാണ് ആ 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ വികൃതിയെ പ്രാപിച്ചതായിട്ടുള്ള തേജസ്സിൽ നിന്ന് രസമാകുന്ന ഗുണത്തോടു കൂടിയതും ആകാശവായു അഗ്നികളുടെ സംബന്ധം നിമിത്തം അവയുടെ ഗുണങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപങ്ങളുള്ളതുമായിട്ടുള്ള ജലം ഉണ്ടായി. വികാരം പ്രാപിച്ച തേജസ്സിൽ നിന്ന് രസമെന്ന സൂക്ഷ്മരൂപത്തോടു കൂടിയിട്ടുള്ള ജലമുണ്ടായി. ജലം കാരണ ഗുണാന്വയത്താൽ രൂപം, സ്പർശം, ശബ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയതും ആകുന്നു എന്നുള്ളതാണ് 28ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ 29ാമത്തെ ശ്ലോകത്തിലാണ് പിന്നെ പറയുന്നത് വിശേഷസ്തു. അപ്പോൾ ഇതിൽ മുൻപത്തേതിൽ അന്വയം വികുർവാണാൽ തേജസഹ തു രസാത്മകം അംഭഹ ആസീത് പരാന്വയാത് അംഭഹ. അതിലത്തെ പദങ്ങൾ നോക്കാം. നമുക്ക് പദങ്ങൾ നോക്കിയിട്ടില്ല. വികുർവാണാൽ, വികാരത്തെ പ്രാപിക്കുന്ന, തേജസഹ തു, തേജസ്സിൽ നിന്നാകട്ടെ, രസാത്മകം, രസം എന്ന സ്വഗുണത്തോടു കൂടിയ, അംഭഹ, ജലം, ആസീത്, ഉണ്ടായി, പരാന്വയാത്, ആദ്യത്തെ 3 ഭൂതങ്ങളോട് ഉള്ള ബന്ധം കൊണ്ട്, അംഭഹ, ആ ജലം, രൂപവത്, രൂപം, സ്പർശവത്, സ്പർശം, ഘോഷവത്, ശബ്ദം ഇവയുള്ളതായിത്തീർന്നു. അപ്പോൾ അതിലത്തെ അന്വയം വികുർവാണാത് തേജസഹ തു
രസാത്മകം അംഭഃ ആസീത്. പരാന്വയാത് അംഭഃ രൂപവത് സ്പർശവത് ഘോഷവച്ച. ഒന്നും കൂടി പറയാം. വികുർവാണാത് തേജസഃ തു രസാത്മകം അംഭഃ ആസീത്. പരാന്വയാത് അംഭഃ രൂപവത് സ്പർശവത് ഘോഷവച്ച. അതാണ് വികാരത്തെ പ്രാപിക്കുന്ന ആ തേജസ്സിൽ നിന്നും രസമെന്ന സുഗുണത്തോടു കൂടിയിട്ടുള്ള ജലം ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ ആ 3 ഭൂതങ്ങളോടുള്ള ബന്ധം കൊണ്ട് ആ ജലം ശബ്ദം, സ്പർശം, രൂപം ഒക്കെയുള്ള രസം ഗുണത്തോട് 4 ഗുണത്തോടു കൂടിയുള്ളതായിട്ട് തീർന്നു അർത്ഥം. ഇനി എല്ലാം അതും കൂടി ചേർന്നിട്ട് 29ാമത്തെ 5ാമത്തെ ഭൂതം വിശേഷസ്തു വികുർവാണാത് അംഭസോ ഗന്ധവാനഭൂത്. പരാന്വയാത് രസസ്പർശ ശബ്ദരൂപഗുണാൻവിതഃ. വിശേഷസ്തു വികുർവാണാത് അംഭസോ. ആ അംഭസിൽ നിന്ന്, ആ ജലത്തിൽ നിന്നും വിശേഷമായിട്ടുള്ള വികാരം കൊണ്ട് പൃഥ്വിയുടെ ഗുണമായിരിക്കുന്ന ഗന്ധം, ആ ഗന്ധത്തിൽ നിന്നും പൃഥ്വി എന്നുള്ള ഭൂതമുണ്ടായി. ശേഷസ്തു വികുർവാണാത് അംഭസോ ഗന്ധവാൻ അഭൂത്. പരാന്വയ മുൻപത്തേതിൻ്റെ ഒക്കെ എല്ലാ ഗുണങ്ങളും ചേർന്നിട്ട് അതിന് രസം, സ്പർശം, ശബ്ദം, രൂപം, പിന്നെ ഗന്ധം, ഈ 5ാമത്തെ ഗുണം ഈ 5 ഗുണങ്ങളോടും കൂടിയതായി തീർന്നു ആ പൃഥ്വി, ഭൂമി എന്ന് പറയുന്നത്. ഈ 5 ഗുണങ്ങൾ, ഭൂമിയുടെ സൃഷ്ടി 5 ഗുണങ്ങളോടും ചേർന്നുള്ളതായിട്ട് തീർന്നു. വിശേഷസ്തു വികുർവാണാത് അംഭസോ ഗന്ധവാൻ അഭൂത്. പരാന്വയാത് രസസ്പർശ ശബ്ദരൂപഗുണാൻവിതഃ. അപ്പോൾ വികുർവാണാൽ വികാരം സംഭവിച്ചു കൊണ്ടിരുന്ന അംഭസഹ ആ ജലത്തിൽ നിന്നും ഗന്ധവാൻ ടു ഗന്ധം എന്ന സുഗുണത്തോട് കൂടിയിട്ടുള്ള വിശേഷ ആ പൃഥ്വി, അഭൂത് ഉണ്ടായി, പൃഥ്വി ഉണ്ടായി. പരാന്വയാത് മുമ്പത്തെ ആദ്യത്തെ ആ ഭൂതങ്ങളോടുള്ള ബന്ധപ്പെട്ടതിനാൽ രസസ്പർശ ശബ്ദരൂപഗുണാൻവിതഃ. രസം, സ്പർശം, ശബ്ദം, രൂപം എന്നീ ഗുണങ്ങളും ആ പൃഥ്വിക്ക് ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. വികുർവാണാൽ വികാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അംഭസഹ ജലത്തിൽ നിന്ന് ഗന്ധവാൻ ടു ഗന്ധമെന്ന അസ്വഗുണത്തോടു കൂടിയിട്ടുള്ള വിശേഷ പൃഥ്വി, അഭൂത് പൃഥ്വി ഉണ്ടായി. പരാന്വയാത് ആദ്യത്തെ ഭൂതങ്ങളോട് ബന്ധപ്പെട്ടതിനാൽ രസസ്പർശ ശബ്ദരൂപഗുണാൻവിതഃ. രസം, സ്പർശം, ശബ്ദം, രൂപം എന്നീ ഗുണങ്ങളും അതിനുണ്ടെന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് രസമെന്ന പ്രത്യേക ഗുണത്തോടു കൂടിയ ജലം രൂപം കൊണ്ടു. അതിന് ശബ്ദസ്പർശ രസങ്ങളാകുന്ന 4 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ജലത്തിൽ നിന്ന് വികാരം ഹേതുവായിട്ട് ഗന്ധമെന്ന പ്രത്യേക ഗുണത്തോടും മറ്റ് 4 ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ആ ഭൂമി ഉദ്ഭവിച്ചു. അങ്ങനെ ഭൂമിക്ക് ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന 5 ഗുണങ്ങൾ ഉണ്ടായി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ദ്രവ്യശക്തി എന്നറിയപ്പെടുന്ന ആ താമസാഹങ്കാരത്തിൽ നിന്നും ഉണ്ടായി. ഈ ഗുണങ്ങളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ഇതിൽ വികുർവാണാത് അംഭസഹ, ഇതിൻ്റെ അന്വയം വികുർവാണാത് അംഭസഹ ഗന്ധവാൻ തു വിശേഷ അഭൂത്. പരാന്വയാത് രസസ്പർശ ശബ്ദരൂപ ഗുണാൻവിതഃ. എന്നുകൂടി പറയാം. വികുർവാണാത് അംഭസഹ ഗന്ധവാൻ തു വിശേഷ പൃഥ്വി അഭൂത്. വിശേഷ അഭൂത്. പരാന്വയാത് രസസ്പർശ ശബ്ദരൂപ ഗുണാൻവിതഃ. അതായത് വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജലത്തിൽ നിന്ന് ഗന്ധമെന്ന സ്വഗുണത്തോട് കൂടിയിട്ടുള്ള ആ പൃഥ്വി ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ ആ ഭൂതങ്ങളോട് ബന്ധപ്പെട്ടതിനാൽ ആ രസസ്പർശ ശബ്ദരൂപ ഗുണം എല്ലാം അതിനുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് 30ാമത്തെ ശ്ലോകമാണ്. വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദാർക്കപ്രചേതോഷ്വന്നീന്ദ്രോപേന്ദ്രമിത്രകാ.
എന്നുകൂടി ചൊല്ലാം. വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദാർക്ക പ്രചേതോശ്വിവഹ്നീന്ദ്രോപേന്ദ്രമിത്രകാः